നല്ലതുപോലെ വേവാത്ത ചീനി ആയതുകൊണ്ട് ഞാനിത് തോരൻ വെക്കാനായിട്ട് ചെറുതായി അരിഞ്ഞ് ഉപ്പിട്ട് അടപ്പേ വെച്ചിട്ടുണ്ട്. ചീനിക്ക് അരപ്പിനായിട്ട് മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, മുളക് പൊടിക്ക് പകരം ഞാൻ 2 പച്ചമുളക് ഇടുകയാണ്. വെളുത്തുള്ളി 5-6 കൂടുതലിടണം. തേങ്ങ, ഇത് നല്ല തേങ്ങ ഇച്ചിരി കൂടുതൽ വേണം, തോരനായതുകൊണ്ട് നല്ലതുപോലെ ചതച്ചെടുക്കണം. തല അകത്തെ പൂവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയത് കഷ്ണവും കുറച്ച് കഷ്ണം പൊരിക്കാൻ മാറ്റി വെച്ച് ഇത് കറി വെക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ടു, 2 സവാള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി, രണ്ട് തക്കാളി പഴം, നല്ലതുപോലെ ഒന്ന് വഴറ്റണം. സവാളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. തീ കുറച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉലുവാപ്പൊടി നല്ലതുപോലെ യോജിപ്പിച്ച്, കറിവേപ്പില, നല്ലതുപോലെ ഇളക്കിയിട്ട് കഴുകി വെച്ചിരുന്ന പുളി വെള്ളം ഇടണം. തീ കൂട്ടണം. കുറച്ചുകൂടി വെള്ളം. ഇപ്പോൾ നീരാണ് നല്ലതുപോലെ തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് കപ്പത്തോരനുണ്ട്. ചീനച്ചട്ടി ഇറക്കി വെച്ച് വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി അരിഞ്ഞ് കഴുകി വെച്ചു, മുളക്, ചീനിത്തോരൻ റെഡിയായി. വാങ്ങിയിട്ട് നമുക്ക് മീൻ പൊരിക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് എണ്ണ
എണ്ണ ചൂടായി കഷ്ണങ്ങളിടാം. നല്ലതുപോലെ മൂക്കട്ടെ. മീൻ കറി റെഡിയായി, പൊരിച്ച മീൻ റെഡിയായി. മീൻ കറി വാങ്ങുകയാണ്. ഒഴിക്കാനൊരു പച്ചപ്പുളി വെച്ച്, ഞങ്ങളിവിടെ ഇതിന് പച്ചപ്പുളി എന്നാണ്. തേങ്ങയും പുളിയും ഉലുവ, ശകലം മല്ലിപ്പൊടി, സ്വല്പം മുളക് പൊടി. പച്ചപ്പുളി എന്ന് പറയുന്നത്. നല്ലതുപോലെ ചൂടാവണം, തിളക്കരുത്. ഇത് കഴിയുമ്പോൾ കടുവും വറുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇന്ന് മീൻകറി, ചീനിത്തോരൻ, മീൻ വറുത്തത്, തേങ്ങാപ്പുളി, ഇത്രയുമാണ് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ഊണിനുള്ള കറികൾ. നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടുകാരെ?